ഐസ്ക്രീം നൽകാത്തതിൻ്റെ പേരിൽ കല്യാണ വിരുന്നിൽ കൂട്ടയടി. കൊല്ലം പള്ളിമുക്കിലെ BSA ഓഡിറ്റോറിയത്തിൽ ഇന്നലെയാണ് സംഭവം നടന്നത്. കല്യാണ വിരുന്നിനിടെ പെൺവീട്ടുകാർ ഐസ്ക്രീം ചോദിച്ചപ്പോൾ നൽകാത്തതിന് പിന്നാലെയാണ് അടിയുണ്ടായത്. പ്രശ്നത്തിൽ നാട്ടുകാർ കൂടി ഇടപെട്ടതോടെ അത് കൂട്ടയടിയായി മാറി. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, എന്തൊരവസ്ഥയാണ്? കല്യാണത്തിന് ഐസ്ക്രീം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൂട്ടയടി നടന്നിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി ഇത്തരത്തിലൊരു വിഷയത്തിൽ ഒരു കൂട്ടത്തല്ലുണ്ടാകുന്നത്. അതായത് വൈകുന്നേരം ഈ കല്യാണ വിരുന്നാണ്. ഈ സൽക്കാരത്തിനെത്തിയ പെൺവീട്ടുകാരിൽ ചിലർ ഈ പുറത്ത് ഐസ്ക്രീം വെച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന കാറ്ററിംഗുകാരോട് ഐസ്ക്രീം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ കാറ്ററിംഗുകാർ പറഞ്ഞത് ഐസ്ക്രീം തീർന്നുപോയി എന്നാണ്. ഈ സമയത്ത് തങ്ങൾക്ക് തരാത്തതാണെന്ന് പറഞ്ഞ് നേരെ ഈ ബോക്സ് എടുക്കുകയായിരുന്നു ഈ പെൺവീട്ടുകാർ. ഉടനെ ബോക്സ് എടുത്തതും ഈ കാറ്ററിംഗുകാരുമായി ആദ്യം വാക്കുതർക്കമുണ്ടാകുന്നു. പിന്നീട് അങ്ങോട്ട് അത് തല്ലിലേക്ക് കടക്കുകയായിരുന്നു. ഈ സംഘർഷത്തിലേക്ക് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ കൂടെ ഇടപെട്ടു. പലരെയും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. എന്നാലും ഈ സംഘർഷം ഈ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് വ്യാപിച്ചു എന്നുള്ളതാണ്. തുടർന്ന് ഗതാഗത തടസ്സം വരെ ഉണ്ടാകുന്ന സാഹചര്യമായി. പിന്നീട് അവിടേക്ക് പോലീസ് എത്തിയാണ് ഇരു കൂട്ടരെയും ശാന്തരാക്കിയത്. ഇതിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് പരാതിയൊന്നും ഇല്ലാത്തതിനാൽ ഇവരെ വിട്ടേക്കുകയും ചെയ്തു. എന്തായാലും ഐസ്ക്രീമിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു കൂട്ടത്തല്ലുണ്ടാകുന്നത്. സ്വാഭാവികമായും നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ലെയ്സിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ മറ്റ് പപ്പടത്തിൻ്റെ പേരിലുമൊക്കെ പലതരത്തിലുള്ള സംഘർഷങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത്തരത്തിലൊരു സംഭവം, അതായത് ഐസ്ക്രീം നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു സംഘർഷത്തിന് തുടക്കമിടുന്നത്, ഒരു കൂട്ടത്തല്ലിന് തുടക്കമിടുന്നത് ആദ്യമായാണ്. എന്തായാലും ഈ കല്യാണ സൽക്കാരത്തിനിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ വധു കുഴഞ്ഞു വീണു എന്നുള്ള ഒരു വിവരം കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിലൊരു കൂട്ടത്തല്ലൊക്കെ കണ്ടപ്പോൾ വധുവും കുഴഞ്ഞു വീണു. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് FIR ഒന്നും തന്നെ നിലവിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് കേസ് എടുത്തിട്ടില്ല. ഇതിൽ ഇരുവിഭാഗക്കാർക്കും പരാതി ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഐസ്ക്രീം സൗഹൃദ കൂട്ടായ്മയ്ക്ക് മാത്രമല്ല കൂട്ടത്തല്ലിനും കാരണമാകുന്നുവെന്ന് കൊല്ലത്തെ ഈ സംഭവം തെളിയിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.